നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു കഥകളെ ഇതിനകത്ത് പറയുന്നത്. ജോജുവിൻ്റെ പെർഫോമൻസ് ചില സീനുകളിലൊക്കെ എഴുന്നേറ്റ് കൈയടിക്കും, ചില ഡയലോഗ് ഡെലിവറിയൊക്കെ ഒരു നല്ല പെർഫോമൻസ് ആണ് സിനിമയിൽ. ഫാമിലിയിലൊക്കെ നടക്കുന്ന ഒരു കഥ, നല്ല ഡയറക്ഷൻ, ശരൺ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. സോങ്സ് ആണെങ്കിലും നല്ലതാണ്. സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ജോജു ഇപ്പോൾ പണി മൂവി കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് OTT-യിൽ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഈ മൂവി വന്നത്. അതിന് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. നമ്മളിപ്പോൾ ജോജുവിന് നമുക്കറിയാം, ഒരു നായാട്ടിലും നമ്മളെന്താ പറയുക ഇരട്ടയിലൊക്കെ കണ്ടുള്ള ഒരു പെർഫോമൻസ് ബേസ്ഡ് ജോജു ഉണ്ട്. മിക്ക സിനിമയിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു ജോജുവിനെയാണ് ഈ സിനിമയിൽ കാണാൻ സാധിച്ചത്. പക്ഷേ കൂടെയുള്ള എല്ലാ ആക്ടേഴ്സും നന്നായിരുന്നു. ഇപ്പോൾ അലൻസിയർ ആണെങ്കിലും സുരാജ് ആണെങ്കിലും ഇടയ്ക്ക് നമ്മൾ കുറച്ചു കാലമായിട്ട് ഒരു സ്വഭാവം നടന്നുള്ള രീതിയിൽ നമ്മൾ അലൻസിയറുടെ കൂടുതൽ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നില്ല. ഒരു അപ്പൻ എന്നുള്ള മൂവി ഉണ്ടായിരുന്നു സണ്ണി ലൈൻ. അതിനുശേഷം അലൻസിയറുടെ ഗംഭീര കഥാപാത്രമാണ്. പിന്നെ ഈ ലീഡ് ക്യാരക്ടേഴ്സിനെ കൂടാതെ ഇതിന് ബാക്കി ക്യാരക്ടർ ആർട്ടിസ്റ്റ് എല്ലാവരും അടിയാണ്. അത് ന്യൂജനായിട്ടുള്ള ഈ ആനന്ദത്തിൽ ഹീറോ അഭിനയിച്ച പുള്ളി എല്ലാവരും നല്ല പെർഫോമൻസാണ് സിനിമയിൽ. പിന്നെ ഒരു മാസ് മസാല മൂവിയല്ല ഈ സിനിമ പറയുന്നത്. ഒരു കുടുംബത്തിൽ എന്താണ് ഒരു സ്വത്ത് വിഭജിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും പിന്നെ പലരും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പറയുന്ന പല പ്രശ്നങ്ങളും, അതായത് ലവ് മാരേജ്, അതായത് ഇൻ്റർ കാസ്റ്റ് മാരേജ്, അങ്ങനെയുള്ള പല സബ്ജക്റ്റിലൂടെ ഈ സിനിമ കടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമ അങ്ങനെ ഒരു എൻഡ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ ഒരു ചിന്തയ്ക്ക് വിട്ടുതരുന്ന രീതിയിലാണ് ക്ലൈമാക്സും കാണിച്ചത്. വളരെ സ്ലോ പേസിലാണ് മൂവി എങ്കിലും നമ്മൾ ആ ഒരു ഫാമിലിയെ നടത്തുന്ന ഒരു സംഭവങ്ങൾ അവർ വളരെ നാച്ചുറലായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവുമോ ഗംഭീര കളക്ഷൻ നേടുമോ എന്നുള്ളൊരു ഉപരിയല്ല. ഒരു നല്ല സിനിമ കണ്ട ഒരു ഫീൽ എന്തായാലും അങ്ങനെയുണ്ടല്ലോ ചില സിനിമകൾ, നല്ല കഥ നല്ല ഫീല്, ആ ഒരു ഫീല് തന്ന ഒരു സിനിമയാണ്. ഫാമിലിയുടെ കൂടെ കണ്ടിരിക്കാവുന്ന, നിങ്ങൾക്ക് ബ്രദേഴ്സ് അങ്ങനെ എന്തായാലും മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛന്മാരെയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചെറിയച്ഛന്മാരെയൊക്കെ കൂട്ടിയിട്ട് കാണേണ്ട അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. എല്ലാ കുടുംബത്തിലും നടക്കുന്ന ഒരു കഥയാണ്. ഗംഭീരമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശരണിൻ്റെ ഒരു ആദ്യ ഡയറക്ഷനും കൂടിയാണ്. എല്ലാം കൊണ്ടും സിനിമ ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു കഥയായിട്ടാണ് ഗുഡ്വില്ല് കിഷ്കിന്ത ചെയ്ത ഗുഡ്വില്ലാണ്. അതുപോലെ നല്ലൊരു സ്റ്റോറി ആയിട്ടാണ് ഗുഡ്വില്ല് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഇത്തരം നല്ല സിനിമകളെ ബാക്ക് ചെയ്യുക. താങ്ക് യു. ഇതിൻ്റെ മൂന്നാൺമക്കൾ, നാരായണയുടെ മൂന്നാൺമക്കൾ നല്ല പടമാണ്. ഒരു ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ആ ഒരു തറവാട്ടിൽ തന്നെ ജീവിച്ച് വളരുന്ന, അല്ല അവരോടൊപ്പം തന്നെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ അസാധ്യ പടമൊന്നോ അടിപൊളി പടമൊന്നോ അല്ല പറയാം. നമുക്ക് തിയേറ്ററിൽ കയറി ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനെ പടം തരുന്നുണ്ട്. ഒരു ലൈഫുണ്ട്. 3 പേരും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സുരാജാണെങ്കിലും അലൻസിയർ ആണെങ്കിലും അതുപോലെ ജോജു ആണെങ്കിലും അസാധ്യ പെർഫോമൻസാണ്. അതായത് ഇവർ 3 പേരെ കാസ്റ്റ് ചെയ്ത് ഈ പടത്തിൽ കിട്ടിയെന്നുള്ളതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റാണ് എനിക്ക് തോന്നുന്നത്. ജോജുവിൻ്റെ പെർഫോമൻസ് ചില സീനുകളിലൊക്കെ എഴുന്നേറ്റ് കൈയടിക്കും, ചില ഡയലോഗ് ഡെലിവറിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ നടക്കുന്ന കുറേ ഇൻസിഡൻസുകളും നമ്മളുടെ ചേട്ടനടിമാർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷും പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരൊക്കെ ഈ വീട്ടിൽ കൂടുന്നതിൻ്റെയൊക്കെയാണ് കഥയുടെ പ്ലോട്ട് പോകുന്നത്. സോ രസമാണ് കണ്ടിരിക്കുക. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ലാഗിലാണ് പോകുന്നതെങ്കിലും പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാത്തൊരു പടം മേക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും പിന്നെ എടുത്തു പറയുന്നത് റൈറ്റർ ഡയറക്ടറൊക്കെ ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ ഡയറക്ടറുകളെ ഏറ്റവും വലിയ കയ്യിൽ കൊടുക്കുന്നത്. സോ ഫസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. ഫീൽ ഗുഡ് എലമെൻറ്റ്സ് ഉള്ള നല്ലൊരു പടം തന്നെ. കണ്ണു ഇറങ്ങിയിട്ടൊന്നുമല്ല, എന്നാലും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു കഥകളെ ഇതിനകത്ത് പറയുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥകൾ തന്നെയാണ്. പക്ഷേ അത് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരുപാട് വൾഗറാക്കാതെ, അല്ലെങ്കിൽ നമ്മൾ ഒരു പണിഷ്മെൻറ്റ്, റിലേഷൻഷിപ്പ് പല വിധങ്ങളാണ്. എങ്ങനത്തെ ടൈപ്പ് റിലേഷൻഷിപ്പ് ഉണ്ട്, എങ്ങനെ ടൈപ്പ് ആളുകൾ ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഈ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. നല്ലൊരു പെർഫോമൻസ് ഉള്ള നല്ല പടം. തിയേറ്ററിൽ കുടുംബ പ്രേക്ഷകർ കാണാൻ ശ്രമിക്കുക, അതാണ് പറയുന്നത്. ഞാൻ തിയേറ്ററിൽ സിനിമയിലേക്ക് വന്ന ഒരാളാണ്. നാരായണൻ്റെ മൂന്നാൺമക്കൾ ഇപ്പോൾ കണ്ടു. 2 വർഷത്തിന് മുമ്പാണ് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. സിംഗ് സൗണ്ട് ആയതുകൊണ്ട് ഡബ്ബിംഗ് ഒന്നും അങ്ങനെ ഉണ്ടായില്ല. അപ്പം എനിക്ക് അപ്പോഴും കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് ഞാൻ ഈ സിനിമ ഇപ്പോൾ കാണുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല ഒരു ഐ ആക്ച്വലി ഫീൽ ഗുഡ്. ഇറ്റ്സ് എ ഫീൽ ഗുഡ്. താങ്ക് യു. നടക്കുന്ന സംഭവം തന്നെയാണ്. ഇതിൽ യാഥാർത്ഥ്യമായി നടക്കുന്ന കഥകളാണ് തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ പടം. അതിൽ മനോഹരമാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കിടിലം കഥാപാത്രങ്ങൾ. നമ്മൾ വർഷങ്ങളായിട്ട് ഇവരൊക്കെ ഈ കഥാപാത്രങ്ങളെ കണ്ട് ഇത് വ്യത്യസ്തമായിട്ടൊരു കഥ. പക്ഷേ
അധികം ബഹളമോ ഇത് എന്താ പറയുന്നത് അധികം അടിച്ചുപൊളിയുന്ന അല്ലെങ്കിൽ ഭയങ്കര ഗംഭീര പടമൊന്നുമല്ല. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. അത് നല്ലൊരു സ്റ്റോറി, ഒരു തറവാട്ടിൽ നടക്കുന്ന 3 സഹോദരങ്ങളുടെ കഥ ബെസ്റ്റായിട്ടുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണ്. നമുക്കൊരു ഫീലിംഗ് ഒക്കെ വന്നിട്ട് ഒരു ഇമോഷൻ എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മനുഷ്യന് സംഭവിക്കുന്ന വൈകാരികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. അതിന് നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നത്.